അസ്സലാമലൈക്കും. എന്തൊക്കെ സുഖാണ് വിചാരിക്കുന്നു കേട്ടോ. അതെ, ഞങ്ങൾ ഇന്ന് ബീഫും പൊറാട്ടയും കഴിക്കാൻ പോകുന്നു കേട്ടോ. എല്ലാവരും കൊണ്ടോട്ടോ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈവനിങ് എന്താ പറയുക, നമ്മൾ വൈകിട്ട് നമുക്ക് നല്ല അടിപൊളി പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടി പോകണം. നമ്മൾ ആദ്യം തന്നെ എല്ലാം പറഞ്ഞല്ലോ അല്ലേ. അപ്പം നമുക്കിന്ന് നല്ല നമ്മുടെ മുത്തമാര് നമുക്ക് നല്ല അടിപൊളി പൊറോട്ട കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അത് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് വരാം കേട്ടോ. നോക്കടാ ഓട്ടോ നോക്കടാ. ഓടാൻ പോവാണ് കേട്ടോ. കാരണം ഞങ്ങൾ എല്ലാം മോളോട് ഉറക്കി കിടത്തിട്ടാ പോകുന്നത്. അപ്പൊ നമുക്ക് ഓടാ. റെഡി സ്റ്റഡി ഗോ. മതി കൊയ്യാണ്ടേ കാർ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൊറോട്ട കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി പൊറോട്ടയാണ്. ഞാൻ വെറുതെ പറയണമെന്നല്ല, നിങ്ങൾക്ക് വന്ന് കഴിച്ചു നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഞാനിവിടെ ഞാൻ ഷോപ്പിൽ പോരുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടുന്ന് നടന്ന് വരുമ്പോൾ ഒരു പൊറോട്ട മേടിക്കും കയ്യിൽ. എന്നിട്ട് അത് ഞാൻ നടന്ന് തിന്നിട്ട് ഞാൻ വരും കേട്ടോ. കാരണം ഒരു ചായ പോലും മുക്കി എന്താ പറയുക, വെറുതെ ഒരു ചായക്കൊപ്പം അല്ലെങ്കിൽ അത് വെറുതെ നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ച് കഴിക്കാൻ പറ്റും. അത്രക്കും നല്ല പൊറോട്ടയാണ് കേട്ടോ ഇവിടുത്തെ. കറിയുടെ ഒന്നും ഒരു ആവശ്യം നമുക്കില്ല. വെറുതെ വാലിട്ട് നമുക്ക് വെറുതെ കടിച്ച് തിന്നാൻ പറ്റുന്ന അത്രക്കും നല്ല പൊറോട്ടയാണ് കേട്ടോ ഇവിടുത്തത്. ഞാൻ അപ്പോൾ നമ്മളെ പൊറോട്ട വന്നപ്പോൾ തന്നെ ഇല്ല കേട്ടോ. ഇവിടെ എപ്പോൾ വന്നാലും പൊറോട്ട കഴിഞ്ഞിട്ടുണ്ടെന്നിട്ട് നമുക്ക് ഉണ്ടാക്കണോടത്തുനിന്നൊക്കെയാണ് കിട്ടുക. അത്രയ്ക്കും ഇവിടെ പൊറോട്ടയ്ക്ക് നല്ല ഓർഡറും നല്ല പൊറോട്ടയ്ക്ക് വേണ്ടി അത്രയും തിരക്കുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ നമ്മളെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വന്നപ്പോൾ തന്നെ പൊറോട്ട കിട്ടിയില്ല, വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഷോപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മുടെ ഉമ്മീസ് തട്ടുകട എന്നാണ് നമ്മുടെ ഈ ഷോപ്പിൻ്റെ പേര്. നമ്മുടെ ഇല്ലത്തെ പള്ളിയുടെ അവിടെയാണ് കേട്ടോ. ഇല്ലത്തെ പള്ളി ഇറക്കിൻ്റെ അവിടെയാണ് കറക്റ്റ് സ്പോട്ട്. നിങ്ങൾക്ക് ഇവിടെ ഇല്ലത്തെ പള്ളിയുടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഓർഡറിനനുസരിച്ച് പൊറോട്ട ഇവിടെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഇവിടുത്തെ പൊറോട്ട കുറച്ച് എന്താ പറയുക, പൊറോട്ടക്കാണ് ഇവിടെ കൂടുതൽ തിരക്ക്. സത്യം പറഞ്ഞാൽ പൊറോട്ടക്ക് വന്നിട്ട് ഇങ്ങനെ ആൾക്കാരിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഞാൻ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് എത്ര നേരം കഴിഞ്ഞിട്ട് എനിക്ക് ഈ പൊറോട്ട കിട്ടിയെന്ന് അറിയോ? നിങ്ങൾക്ക് ഈ പൊറോട്ടയുടെ ഞാനിങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കാൻ തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ആദമിന് ഇവിടെ ഇത് 3 പൊറോട്ട വേണമെന്ന് കേട്ടോ പറഞ്ഞത്. എത്ര പൊറോട്ട വേണമെന്ന് വെച്ചപ്പോൾ എനിക്ക് 3 പൊറോട്ട വേണമെന്ന് കേട്ടോ പറഞ്ഞത്. പക്ഷേ 3 ഞാൻ അവനക്ക് ഒരെണ്ണം എനിക്കും ഒരെണ്ണം മേടിച്ചിട്ടോ. ഞങ്ങൾ ചാവക്കാട് പോയിട്ട് വരികയാണ്. അപ്പോൾ ഞങ്ങൾ ചാവക്കാട് പാർക്കിൽ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ എന്തൊക്കെയാണ് കുറച്ച് സ്നാക്സ് ആയിട്ട് അങ്ങനെ എന്തൊക്കെ കഴിച്ച കാരണം വലിയ കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ഞാൻ അവനക്കൊരു പൊറോട്ട എനിക്കൊരു പൊറോട്ടയും പറഞ്ഞ് നമ്മുടെ ബീഫ് കറി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബീഫ് കറിയാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പൊറോട്ടയിലേക്ക് എന്തായാലും സൈഡായിട്ട് എന്തിനും കോമ്പിനേഷനായിട്ട് നമുക്കിവിടെ ബീഫ് തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആദമിന് പിന്നെ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ഇത് രണ്ടും വേണം. പൊറോട്ട കഴിച്ചപ്പോൾ തന്നെ വായിട്ടപ്പോൾ തന്നെ അവന് സൂപ്പറാണ് മുച്ചി എന്ന് പറഞ്ഞു കേട്ടോ. സൂപ്പറാണ് അവൻ പറയാണ്ട് തന്നെ. നിങ്ങൾ വന്ന് കഴിച്ചു നോക്കിയാലും അറിയാം ഇവിടുത്തെ പൊറോട്ടയുടെ ആ ഒരു ഇത്. കാരണം എടുത്ത് പറയേണ്ട ഒരു സാധനം തന്നെയാണ് ഇവിടുത്തെ പൊറോട്ട. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിന് മുന്നേ എന്താ പറയുക, ഇതിൻ്റെ എന്താ പറയുക, ഈ ഒരു ഷോപ്പിൽ ഇതിന് തൊട്ട് മുമ്പായിട്ട് വേറൊരാൾ വന്നിട്ടുണ്ട്. ഇയാളാണ് ആദ്യം ഉണ്ടായിരുന്നത് പൊറോട്ടയുടേത്. അപ്പോൾ നല്ല ഇതായിരുന്നു, ഞങ്ങൾക്ക് വന്ന് കഴിച്ചിരുന്നതാണ്. പിന്നെ ഒരാൾ വന്നിട്ട്, പക്ഷെ ആളെ പൊറോട്ട ഒട്ടും തന്നെ, കാരണം ഇത്രയും നല്ല പൊറോട്ട കഴിച്ചിട്ട് പിന്നെ നമുക്ക് പൊറോട്ട ചേഞ്ച് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒരു ഇതുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ ആ പോയാൾ വീണ്ടും വന്നിട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും ഞങ്ങളെ പഴയ പോലെ തന്നെ പൊറോട്ടയ്ക്ക് ഇവിടെ തിരക്കൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് മേടിച്ചിട്ട് വെറുതെ ഇങ്ങനെ ചായക്കൊക്കെ ഇങ്ങനെ വെറുതെ ഒക്കെ കഴിക്കട്ടോ, ഓരോന്നൊക്കെ മേടിച്ചിട്ട്. കാരണം അത്രക്കും നല്ല പൊറോട്ട ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയണത്. അപ്പം ഞാൻ നല്ല പൊറോട്ടയും അതുപോലെ തന്നെ നമ്മൾ ബീഫിൻ്റെ ഒരു പീസ് എടുത്തിട്ട് വായ വെച്ച് നോക്കി. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതേ നമ്മളിവിടെ പൊറോട്ടയ്ക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് ഇതേ ഇവർ വെയിറ്റ് ചെയ്തിട്ട് ഇവർക്കും വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. എന്നിട്ട് ഇവർക്കും ആൾക്കാർ എണ്ണീട്ട് ഇപ്പം അങ്ങനെ ഇതാക്കിയത്. കാരണം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പൊറോട്ട ഇങ്ങനെ ഓർഡർ വരിക പോവുക വരിക അങ്ങനെ ആയിട്ട് ഇവിടെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പം ഞാനിത് ഒരു പൊറോട്ട കൂടിയും പറഞ്ഞു കേട്ടോ. ഈ ഒരു പൊറോട്ട കണ്ടില്ല, നല്ല നൂൽ പൊറോട്ട, അങ്ങനെ എന്താ നൂൽ പൊറോട്ട ഒക്കെ ഉണ്ടല്ലോ അതുപോലെയാണ് കേട്ടോ. നമുക്ക് കഴിക്കാമെന്ന് വെച്ചാൽ ചിലവരിങ്ങനെ പൊറോട്ട എന്ന് പറയുമ്പോൾ പൊറോട്ടയാണ് വേണ്ടാന്ന് പറയും. പക്ഷേ ഈ ഒരു പൊറോട്ട കഴിച്ചാൽ അങ്ങനെ പറയില്ല കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും വന്നിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പം നമ്മുടെ സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഇല്ലത്തെ പള്ളിയുടെ അടുത്തായ എന്താ പറയുക മുത്തമ്മാവ് ഇല്ലത്തെ പള്ളിയുടെ അവിടെയാണ് കേട്ടോ നമ്മുടെ ഈ സ്പോട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് ടാറ്റാ ബാബായ് പറഞ്ഞ് അങ്ങ് നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആങ്ങള അവിടെ ഉണ്ട് ബൈക്കിൽ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. മൂപ്പരാൾ കൈയൊക്കെ കഴുകിയിട്ട് കയറി. പക്ഷേ ഇപ്പോൾ പൊറോട്ട ഇല്ല. മൂപ്പരാൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. നീയൊക്കെ പൊറോട്ട കഴിച്ചില്ലേന്ന് ചോദിച്ചാൽ ഞാനൊക്കെ കഴിച്ചു. അപ്പോൾ മൂപ്പരാൾ പൊറോട്ടയൊക്കെ ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ആദ്യം എടുക്കുമിച്ചി എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് തോളിലൊക്കെ കയറ്റി അങ്ങനെ അവനായിട്ട് നടന്നു. എല്ലാം ബേബി ആണെങ്കിലും വീട്ടിൽ കിടന്ന് ഉറങ്ങിയാണ്. അവൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് വയ്യാട്ടോ ഒന്ന്. അപ്പോൾ അങ്ങനെയായിട്ട്
അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കും. ആരെങ്കിലും വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് തീർച്ചയായിട്ടും പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുവരേക്കും. ബൈ.